നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും നോർമലാണെന്ന് വിചാരിക്കുന്ന, പക്ഷേ നോർമൽ അല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാം. ഒരു ഏജ് ആകുന്നു, ഒരു വ്യക്തി മാരീഡ് ആകുന്നു. മാരീഡ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികളായില്ലേ, എപ്പോഴാണ് ബേബി പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്, എന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന പല ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് കാരണം ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുകയാണ്, ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ബേബി, എനിക്കൊരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞാകട്ടെ ഇനി, എല്ലാവരും ചോദിക്കുകയല്ലേ, ഇപ്പം ഇത്രയും നാളായില്ലേ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങളൊരു ബേബീനെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹ്യൂമണിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ബിഫോർ യു ഡിസൈഡ് ടു ബി എ പാരൻറ്റ്, നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുന്നേ വളരെ സത്യസന്ധമായിട്ട്, വളരെ കൃത്യമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ആർ യു റെഡി ഫോർ ദിസ് ജേണി? നിങ്ങളൊരു പാരൻ്റ് ആകാൻ സ്വന്തമായിട്ട് നിങ്ങൾ റെഡിയാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊരു കുട്ടിയെ ആഗ്രഹിക്കുന്നത്? വൈ ആർ യു തിങ്കിങ് ടു ഹാവ് എ ബേബി? എന്ത് കാരണം കൊണ്ടാണ് എനിക്കൊരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഈ ഒരു ഭൂമിയിലേക്ക് എത്തിക്കാൻ ഞാൻ എന്ത് റീസണാണ്? നിങ്ങളുടെ ലോൺലിനെസ് മാറ്റാനാണ്? എൻ്റെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകാനാണ്? അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ആ കുഞ്ഞിലൂടെ എനിക്ക് നേടിയെടുക്കണം എന്നൊക്കെയാണ്? അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ, എല്ലാവർക്കും കുട്ടി ഉണ്ടാകുന്നു, എനിക്കും കുട്ടി ഉണ്ടാകണം എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങളൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജനിക്കാത്തൊരു കുഞ്ഞിൻ്റെ തലയിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ബേർഡനാണ് എന്ത് ചെയ്യുന്നത്? അത് ജനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കൊടുക്കുന്നത്. എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ലാതെ വളരെ അൺകണ്ടീഷണലായിട്ട് ഒരു ഹ്യൂമൻ ബീയിനെ നമുക്ക് വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ കേപ്പബിൾ ആണെങ്കിലാണ് നമ്മളൊരു പാരൻറ്റിങ് ജേർണിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.